4 ന്യൂസ് നേരിന്റെ വാർത്തകൾ. വേലുപ്പാടത്ത് കടുവയെ കണ്ടു. ആശങ്കയൊഴിയാതെ നാട്ടുകാർ. വേലുപ്പാടം മുള ഗവേഷണ കേന്ദ്രത്തിന്റെ പറമ്പിൽ നിന്ന് കടുവ റോഡിലേക്ക് ചാടി തൊട്ടടുത്തുള്ള കശുമാവിൻ തോട്ടത്തിലേക്ക് പോയത് ബൈക്ക് യാത്രക്കാരൻ കണ്ടുവെന്നാണ് പറയുന്നത്. ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് വേലുപ്പാടത്തേക്ക് പോകുന്ന വഴിയിലാണ്. വൈകിട്ട് ഏകദേശം ഒരു 6:30 സമയം. ആ സമയത്ത് ഞാൻ ബുള്ളറ്റിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ഫ്രണ്ടിലൊരു ബൈക്ക് കണ്ട് പാസ് ചെയ്ത് കടന്നുപോയി. അതിന്റെ പുറകിലായിട്ട് ഇവിടുന്ന് ഈ ചാടുകയാണ് ഉണ്ടായത്. അത് ഹൈറ്റിൽ വന്ന് ചാടി, ഇവിടുന്ന് ചാടി അങ്ങനെ നേരെ കശുവപ്പിലേക്ക് ചാടി ഓടുകയാണ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് പെട്ടെന്ന് ആ സ്പീഡിലായിരുന്നു. അതുകൊണ്ട് വരെയാണ് നമുക്കത് പെട്ടെന്ന് കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കടുകാനാണ് സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് നമ്മളത് കണ്ടിട്ടുള്ളത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇതേ തുടർന്ന് പാലപ്പിള്ളി വനപാലകരുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് പരിശോധന നടത്തി. മുള ഗവേഷണ കേന്ദ്രത്തിന്റെ പറമ്പിൽ നിന്ന് വ്യക്തമല്ലാത്ത കാൽപ്പാടും കമ്പിവേലിയിൽ നിന്ന് രോമവും കണ്ടെത്തി. എന്നാൽ ഇവ കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വേലുപ്പാടത്തെ സ്കൂൾ, ആശുപത്രി, തീർത്ഥാടന കേന്ദ്രം എന്നിവയ്ക്ക് സമീപത്തായി 100 മീറ്റർ മാറിയാണ് റോഡിൽ കടുവയെ കണ്ടതായി പറയുന്നത്. നമ്മൾ നിൽക്കുന്ന പ്രദേശം ഇന്നലെ വൈകിട്ട് ഒരു 6:30 ആ KFRIന്ന് കടുവ എന്ന് തോന്നിക്കുന്ന കടുവ എന്നാണ് പറഞ്ഞത്. കണ്ട ആള് ഈ കാട്ടിലേക്ക് ഓടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി ഈ റോട്ടിൽ നിന്ന് ഈ കശുമാങ്കാട്ടിലേക്ക് പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഫോറസ്റ്റുകാർ അപ്പൊ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്നലെ ഈ പുലി ഈ സാധനം ചാടി എന്ന് പറഞ്ഞ സമയത്ത് സ്കൂൾ കുട്ടികള് ട്യൂഷൻ കഴിഞ്ഞ് നടന്നു പോണ സമയമായിരുന്നു. അതുപോലെ തന്നെ ബൈക്കുകാര് ഒരു ആക്ടിവ പോയി അതിന്റെ തൊട്ട് പിന്നില് ആക്ടിവ ജസ്റ്റ് കടന്നുപോയി അപ്പോഴാണ് ഈ പുലി ചാടിയത്. അതിന്റെ തൊട്ട് പിന്നില് 2 ബൈക്ക് യാത്രികർ വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ഇത് ശരിക്കും കണ്ടത്. അവര് പറഞ്ഞത് പുലിയല്ല, ഇത് കടുവയാണ്, വലിയ സാധനമാണ്, വരയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും അപ്പൊ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചു. അവരപ്പൊ തന്നെ വന്നു, ഈ കണ്ട പയ്യനെയും കൊണ്ടുവന്നു. അപ്പൊ ഇന്ന് രാത്രി അപ്പോഴേക്കും പിന്നെ ഇരുട്ടായി, 6:30-7 മണി സമയമായിരുന്നു. ഇന്ന് രാവിലെ വന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ഇവിടെയൊക്കെ സ്ഥലം പരിശോധിച്ചെന്ന് പുലിയുടെ അല്ലെങ്കിൽ കടുവയുടെ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഇത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവരത്, അങ്ങനെയാണ് ചെറിയൊരു സൂചന തന്നിട്ടുള്ളത്. അതെന്തായാലും യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ് അറിയണത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ മേഖലയിൽ ചെറിയ മാറ്റങ്ങള് അത് ആളുകൾ പറയണതാണ്. ചില പട്ടികളെയൊന്നും കാണാനില്ല, നായ്ക്കളെ അതുപോലെ തന്നെ മാന്റെ ഒക്കെ ഓട്ടവും ചാട്ടവും ഒക്കെ കുറച്ച് കുറഞ്ഞു എന്നൊക്കെയുള്ളൊരു ചർച്ചകൾ ജനങ്ങൾ നടത്തുന്നുണ്ട്. ഇത്രയേറെ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് കടുവ ഇറങ്ങാൻ സാധ്യത കുറവാണെന്നാണ് വനപാലകരുടെ പ്രാഥമിക നിഗമനം. 5 അടിയോളം ഉയരമുള്ള മുള ഗവേഷണ കേന്ദ്രത്തിന്റെ ഇരുമ്പുവേലി ചാടിക്കടന്ന് കടുവ പോയതെന്നാണ് പറയുന്നത്. കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്നും ആവശ്യമെങ്കിൽ ക്യാമറ സ്ഥാപിക്കുമെന്നും പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രതീഷ് പറഞ്ഞു. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മലയോര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പാലപ്പിള്ളി റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകി. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മലയോര കർഷക സംരക്ഷണ സമിതി നിർദ്ദേശം നൽകി.